പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഗൾഫ് വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 27 ചൊവ്വ. പ്രധാന വാർത്തകൾ. മലയാളി വീട്ടമ്മ സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിൽ മരിച്ചു. കോഴിക്കോട് മുക്കം മണാശ്ശേരി സ്വദേശിനിയായ റുബീന കരിമ്പലങ്ങോട്ട് 35 വയസ്സാണ് തിങ്കളാഴ്ച രാവിലെ സ്വന്തം ഫ്ളാറ്റിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരിച്ചത്. രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ച ശേഷമാണ് സംഭവം. ക്ലാസ് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് മക്കൾ വീട്ടിലെത്തിയപ്പോൾ വാതിൽ തട്ടി വിളിച്ചിട്ടും തുറന്നില്ല. അവരുടെ കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നപ്പോൾ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ജുബൈലിലെ SMH കമ്പനിയിൽ ജോലി ചെയ്യുന്ന ചിറ്റങ്കണ്ടി നെല്ലിക്കാംപറമ്പിൽ അബ്ദുൽ മജീദ് ആണ് ഭർത്താവ്. ജുബൈൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി അൻഷദും നഴ്സറി വിദ്യാർത്ഥിയായ അയാനും മക്കളാണ്. മക്കളെ ഇന്ന് നാട്ടിലേക്ക് അയക്കും. കുവൈത്തും സൗദി അറേബ്യയും സംയുക്തമായി നടത്തിയ പര്യവേഷണത്തിൽ വൻ എണ്ണ ശേഖരം കണ്ടെത്തി. വഫ്ര എണ്ണപ്പാടത്തിന് 5 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന നോർത്ത് വഫ്രയിലാണ് ഒരു പുതിയ എണ്ണപ്പാടം കണ്ടെത്തിയതെന്ന് ഇരു രാജ്യങ്ങളും സംയുക്ത പത്രക്കുറിപ്പിൽ അറിയിച്ചു. നോർത്ത് വഫ്ര കിണറിലെ റിസർവോയറിൽ നിന്നുള്ള എണ്ണയുടെ ഒഴുക്ക് പ്രതിദിനം 500 ബാരൽ കൂടുതലാണെന്നും കുവൈത്ത് എണ്ണ മന്ത്രാലയം വ്യക്തമാക്കി. 2020 മധ്യത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഡിവൈഡഡ് സോണിലും ഡിവൈഡഡ് സോണിനോട് ചേർന്നുള്ള ഓഫ് ഷോർ പ്രദേശത്തും ഉൽപാദന പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ കണ്ടെത്തലാണിത്. ഫിഫ അറബ് കപ്പ് യോഗ്യത പ്രതീക്ഷ പുലർത്തുന്ന കുവൈത്തിന് മുന്നിൽ മോറിത്താനിയ കടമ്പ. ഞായറാഴ്ച ഖത്തറിൽ നടന്ന നറുക്കെടുപ്പിലാണ് ടീമുകളെ തിരഞ്ഞെടുത്തത്. നവംബർ അവസാന വാരത്തിലാണ് യോഗ്യതാ മത്സരം. അറബ് കപ്പിൽ ഗ്രൂപ്പ് സിയിൽ ഈജിപ്ത്, ജോർഡൻ, UAE എന്നീ രാജ്യങ്ങളാണ് ഉള്ളത്. കുവൈത്ത് മോറിത്താനിയ മത്സരത്തിൽ വിജയിക്കുന്ന ടീം 4ാമത്തെ രാജ്യമായി ഗ്രൂപ്പിൽ ഇടം പിടിക്കും. ഫിഫ ലോക റാങ്കിങ്ങിൽ 110ാം സ്ഥാനത്തുള്ള മോറിത്താനിയ 134ാം സ്ഥാനത്തുള്ള കുവൈത്തിന് കനത്ത വെല്ലുവിളിയാകും. മികച്ച പ്രകടനത്തിലൂടെ മോറിത്താനിയ കീഴടക്കി യോഗ്യത കടമ്പ കടക്കാമെന്ന കുവൈത്തിന്റെ പ്രതീക്ഷ. 1964, 1992, 1998 മൂന്നാം സ്ഥാനത്തെത്തി അറബ് കപ്പ് മികച്ച പ്രകടനം നടത്തിയിരുന്നു കുവൈത്ത്. 2012 ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായ കുവൈത്തിന് 2021 ചാമ്പ്യൻഷിപ്പ് പുനരാരംഭിച്ച മത്സരത്തിൽ യോഗ്യത നേടാനായില്ല. ഇത്തവണ അത് മറികടക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഡിസംബർ 1 മുതൽ 18 വരെ ഖത്തറിലെ വിവിധ വേദികളിലാണ് ഏഷ്യ, ആഫ്രിക്ക മേഖലകളിൽ നിന്നുള്ള അറബ് ടീമുകൾ മത്സരിക്കുന്ന അറബ് കപ്പ്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൽ റഹീമിന് 20 വർഷം തടവ് ശിക്ഷ. തിങ്കളാഴ്ചയിലെ സിറ്റിംഗിൽ റിയാദ് ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പബ്ലിക് റൈറ്റ്സ് പ്രകാരമാണ് തടവ് ശിക്ഷ. പ്രൈവറ്റ് റൈറ്റ്സ് പ്രകാരം നേരത്തെ വിധിച്ച വധശിക്ഷ വാദിഭാഗം ദിയാധനം സ്വീകരിച്ച് മാപ്പ് നൽകിയതോടെ കോടതി 9 മാസം മുമ്പ് ഒഴിവാക്കിയിരുന്നു. നിലവിൽ റഹീം 19 വർഷത്തോളമായി ജയിലിലാണ്. ഈ കാലയളവ് തടവ് ശിക്ഷയിൽ കുറവ് ചെയ്യുമെന്നതിനാൽ ബാക്കിയുള്ള 1 വർഷം കൂടി അനുഭവിച്ചാൽ മതിയാകും. അടുത്ത വർഷം പകുതിയോടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനധികൃതമായി പരസ്യ ബോർഡുകളും ഹോർഡിങ്ങുകളും സ്ഥാപിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി അബുദാബി. നിയമലംഘകരിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അബുദാബി നഗര ഗതാഗത വകുപ്പ് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത്. എമിറേറ്റിലെ പൊതു ഇടങ്ങളിലെ ശുചിത്വവും ദൃശ്യഭംഗിയും നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. അനുമതിയില്ലാതെ പരസ്യ ബോർഡ് സ്ഥാപിക്കുകയോ അനുമതി ലഭിച്ചവ കാലാവധിക്ക് ശേഷം നിലനിർത്തുകയോ ചെയ്താൽ 2000 ദിർഹമാണ് പിഴ. കുറ്റം ആവർത്തിച്ചാൽ പിഴത്തുക 4000 ദിർഹമായി ഉയരും. 3ാം തവണ മുതലുള്ള നിയമലംഘനങ്ങൾക്ക് 8000 ദിർഹമാണ് പിഴയൊടുക്കേണ്ടത്. അനധികൃതമായോ പെർമിറ്റ് കാലാവധി അവസാനിച്ച ശേഷമോ ഹോർഡിങ്ങുകൾ സ്ഥാപിക്കുന്നതിനും സമാനമായ പിഴത്തുകകളാണ് ഒടുക്കേണ്ടി വരിക.
സൗദിയിൽ 2023 ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ മികവാർന്ന വളർച്ച രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ പങ്ക് 15.6% ഉയർന്നതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഏറ്റവും പുതിയ സ്ഥിതിവിവരക്കണക്കിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. 2022 അപേക്ഷിച്ച് 1.6% വർധനവാണ് ഇത് പ്രകടമാക്കുന്നത്. അറബിക്കടലിൽ കൊച്ചി തീരത്തിന് സമീപം മുങ്ങിത്താഴുന്ന ലൈബീരിയൻ ചരക്കുകപ്പലായ MSC എൽസ 3യിൽ നിന്നുള്ള എണ്ണച്ചോർച്ച തടയാൻ തീവ്ര ശ്രമം. സംസ്ഥാനത്തിന്റെ തെക്കൻ തീരത്ത് വൻ പാരിസ്ഥിതിക ഭീതി ഉയർത്തുന്ന രീതിയിൽ വലിയ എണ്ണപ്പാട പലതായി പടർന്ന് 2 നോട്ടിക്കൽ മൈലിലധികം വ്യാപിച്ച സാഹചര്യത്തിലാണ് എണ്ണച്ചോർച്ച തടയുന്നതിനുള്ള നടപടികൾ ഊർജിതമായത്. എണ്ണ പരക്കുന്നതും മലിനീകരണവും തടയുന്നതിനായി കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ മേഖലയിൽ തുടരുന്നുണ്ട്. വിക്രം, സമർത്ത്, സക്ഷം കപ്പലുകളാണ് ദൗത്യവുമായി രംഗത്തുള്ളത്. മലിനീകരണ നിയന്ത്രണ കപ്പലായ സമുദ്ര പ്രഹരി മുംബൈയിൽ നിന്ന് ഉടൻ കൊച്ചിയിലെത്തും. ഇതുകൂടി ചേരുന്നതോടെ എണ്ണ പരക്കുന്നത് കുറച്ചുകൂടി കാര്യക്ഷമമായി നിയന്ത്രിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഒമാൻ സന്ദർശനത്തിനെത്തിയ ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷൈഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് മസ്കത്തിൽ ഊഷ്മള സ്വീകരണം. തിങ്കളാഴ്ച ഒമാനിലെത്തിയ ഷൈഖ് ഹംദാൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി അൽ ബർക്ക കൊട്ടാരത്തിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ദീർഘകാല ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. മുതിർന്ന ഒമാനി ഉദ്യോഗസ്ഥരുമായി ഷൈഖ് ഹംദാനും സംഘവും കൂടിക്കാഴ്ചകൾ നടത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.